നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെരുമഴയിൽ കുളിച്ചാണ് ഹൈദരാബാദ് പട്ടണം ഇന്ന് നിൽക്കുന്നത്. പുറത്തിറങ്ങാൻ വയ്യാത്ത കലുഷിതമായ മഴ, അന്തരീക്ഷം തണുക്കുന്നു എന്നുള്ളതാണ്. 42 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഹൈദരാബാദിൽ മിനിങ്ങാന്ന് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ആ ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതിശക്തമായ മഴ. നമുക്കറിയാം, സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിരവധി ട്രെയിനുകൾ റദ്ദാക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളത്. അത്ര തീവ്രമായ മഴ അത് സ്വാഭാവികമായും ഹൈദരാബാദിനെ കുളിർമഴയിൽ ആക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ചൂട് ഒട്ടും കുറവല്ല. നമുക്കറിയാം, തെലങ്കാനയും ആന്ധ്രാപ്രദേശും മെയ് 13-ാം തീയതിയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. തെലങ്കാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിക്കുമെന്ന് നരേന്ദ്രമോദി ഉറപ്പിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു സെമി ഫൈനലായിരിക്കുമോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കാത്തിരിക്കണം. നമുക്കറിയാം, ഹൈദരാബാദ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്നു. അങ്ങനെ നിരവധിയായ സംഹിതകൾ നടക്കാൻ പോവുകയാണ്. നമുക്കൊരു കാര്യം അറിയാം, സെക്കന്ദരാബാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഷൻ റെഡ്ഡിക്ക് വലിയ അപ്പർ ഹാൻഡാണുള്ളത്. എന്നാൽ ഹൈദരാബാദിൽ അക്ബറുദ്ദീൻ ഓവൈസി, അസദുദ്ദീൻ ഓവൈസി, ഈ രണ്ട് പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അസദുദ്ദീൻ ഓവൈസിയുടെ സഹോദരൻ, അനിയനാണ് അക്ബറുദ്ദീൻ ഓവൈസി. AIMIM എന്ന പാർട്ടി ഹൈദരാബാദ് ബേസ്ഡ് പാർട്ടിയാണ്. അതായത് ഹൈദരാബാദ് മേഖലയിൽ മാത്രമാണ് അവർക്ക് ആധിപത്യമുള്ളത്. തെലങ്കാനയിൽ മൊത്തം 117 നിയമസഭാ സീറ്റുകളാണെങ്കിൽ അതിൽ 5 or 6 സീറ്റുകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും, അതിനി ആര് അധികാരത്തിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും AIMIM നേടിയെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമൊന്നും നേടിയില്ലെങ്കിലും ഹൈദരാബാദിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ AIMIM വളരെ അനായാസം ജയിച്ചു കയറി എന്നുള്ളത്, അതും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ജയിച്ചു കയറി. അക്ബറുദ്ദീൻ ഓവൈസി, അദ്ദേഹത്തിൻ്റെ വിജയവും വളരെ അനായാസത്തിലായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ തെലങ്കാനയിലെ പാർട്ടിയായ BRS, അതായത് ചന്ദ്രശേഖർ റാവുവിൻ്റെ BRS, അത് ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ നിലവിലെ ഗ്രാഫ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? കോൺഗ്രസും അതുപോലെ തന്നെ BJPയും നടത്തുന്ന വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമുണ്ട്. BJP വേഴ്സസ് കോൺഗ്രസ് തന്നെയാണ് തെലങ്കാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. BJPക്ക് നിലവിൽ 4 മുതൽ 5 ലോക്സഭാ സീറ്റ് വരെ എന്തായാലും ലഭിക്കും. അതിനെ 10ലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്വപ്നം, ഒരു മാജിക് എന്ന് പറയുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി കൃത്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞു BJPക്ക് ഒറ്റയ്ക്ക് 370 സീറ്റുകൾ ലഭിക്കുമെന്ന്. ആ 370 സീറ്റ് ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും ദക്ഷിണേന്ത്യയിൽ അവർക്ക് നേട്ടമുണ്ടാക്കിയാലേ കഴിയൂ. അങ്ങനെ നേട്ടമുണ്ടാക്കണമെങ്കിൽ തീർച്ചയായും തെലങ്കാനയിൽ 7 മുതൽ 8 സീറ്റ് വരെ നേടിയെടുക്കണം. ദക്ഷിണേന്ത്യയിൽ വലിയ ആധിപത്യം നേടണം. നമുക്കറിയാം, പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് ടേപ്പും അതുപോലെ തന്നെ കുമാരസ്വാമിയുടെ വിഷയം, അതായത് JDS വല്ലാതെ ശോചനീയ അവസ്ഥയിലേക്ക് പോകുമ്പോൾ BJP പലതിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളത് കോൺഗ്രസ് ആരോപിക്കുന്ന കാര്യമാണ്. അപ്പോൾ കർണാടകയിലെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് BJPക്ക് സംശയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് ടാലി ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തെലങ്കാനയിൽ തീർച്ചയായും BJPക്ക് ഒരു എഡ്ജ് കിട്ടിയേ മതിയാവൂ എന്ന രീതിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ, അതായത് കവിത, ചന്ദ്രശേഖര റാവുവിൻ്റെ മകളായ കവിത മത്സരിച്ച നൈസാമാബാദ് അടക്കം BJP നേടിയെടുത്തു 4 ലോക്സഭാ സീറ്റുകൾ. അതായത് അവരുടെ ഏറ്റവും മികച്ച ടാലിയായിരുന്നു. നമുക്കറിയാം, BJP ബംഗാളിലും തെലങ്കാനയിലും ഒഡീസയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം, അവിടെയൊന്നും ഭരണത്തിലല്ലെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ എഡ്ജ് കൊടുത്ത ഒരു കാര്യം തന്നെയാണ്. ഇക്കുറിയും ഹൈദരാബാദിൽ മത്സരം OIC BJPയും തമ്മിൽ തന്നെയാണ്. AIMIM BJPയും തമ്മിലാണ്. ഹൈദരാബാദിൽ എങ്ങനെയായിരിക്കും വിജയം, ഏത് രീതിയിലേക്കായിരിക്കും അതിനെ ചിത്രീകരിക്കാൻ കഴിയുന്നത്, അത് വലിയ രീതിയിലുള്ള ചോദ്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെലങ്കാനയും കർണാടകയും ഭരിക്കുന്നത് നിലവിൽ കോൺഗ്രസ്സാണ്. അതായത് കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ അധികാരമുള്ള 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അതായത് ബാംഗ്ലൂരിലും അവർക്ക് സർക്കാരുണ്ട്, ഹൈദരാബാദിലും അവർക്ക് സർക്കാരുണ്ട്. പിന്നെ അവർക്ക് ആകെയുള്ളത് ഹിമാചൽ പ്രദേശ്, ഉത്തരേന്ത്യയിലെ ഏക നിയമസഭയിൽ ആധിപത്യമുള്ളത് ഹിമാചൽ പ്രദേശിൽ മാത്രമാണ്. ബാക്കി ഒരിടത്തും കോൺഗ്രസ് ഇല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കണം. അങ്ങനെ ഇരിക്കുന്ന കോൺഗ്രസ്സിന് ആശ്വാസകരമായിരിക്കുമോ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ നടക്കുക, അതോ നരേന്ദ്രമോദി പ്രവചിച്ചതുപോലെ 370 സീറ്റ് കിട്ടുന്നതിൻ്റെ ടാലിയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് തെലങ്കാന മാറി ചിന്തിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.